ഹലോ മുത്തുമണികളെ, അപ്പം ഇന്ന് നോമ്പ് 3 അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. നമുക്ക് കുറച്ച് കൂടുതൽ തിരക്കുള്ള ദിവസമാണ്, കൂടുതൽ സ്പെഷ്യൽ ഉണ്ടാക്കേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ബീഫ് കറിയാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ബീഫ് കറിക്കുള്ളതൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് മാത്രമല്ല കേട്ടോ, ഫുഡ് ഇന്ന് പള്ളിയിൽക്കും കൊടുക്കാനുണ്ട്. ഇന്ന് നമ്മുടെ മൂല്യർക്ക് ചിലവുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പള്ളിയിലേക്കും കൊടുക്കണ്ട. അപ്പോൾ അതെല്ലാം കൂടെ കണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് എല്ലാം കൂടെ എന്താ പറയുക, പൊടികളെല്ലാം ഇട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല കുരുമുളക് എല്ലാം ഇട്ടിട്ട് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഉള്ളി ഇട്ടൊന്ന് എന്താ പറയുക തൂമിച്ചൊന്ന് വെച്ചാൽ മതി. അപ്പോൾ ഉമ്മ അതൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ കുക്കറിൽ വെച്ചിട്ട്. അപ്പോൾ ഉമ്മാൻ്റെ ബീഫ് കറിയാണ് കേട്ടോ. ഉമ്മ ബീഫ് വെച്ചാൽ കറി വെച്ചാലും ഇനി ബീഫ് എന്താ പറയുക ഫ്രൈ ആക്കിയാലൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുക്കറിലത് നമ്മൾ ജസ്റ്റ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആട്ട കൊണ്ട് പൊറാട്ട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് കേട്ടോ. നമുക്കിന്ന് ഞാൻ പറഞ്ഞല്ലോ പള്ളിക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ കുറച്ച് തോനെ ഫുഡ് ഇന്നെല്ലാം ഉണ്ടാക്കണം. പിന്നെ അനിയത്തിയും വരുന്നുണ്ട്, കാരണം മുനിഫ്ഖാനായിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്ട്. അപ്പോൾ എനിക്ക് 4 മണിയാകുമ്പോഴത്തേന് പോകണം. അപ്പോൾ അനിയത്തി വരുന്നുണ്ട് കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഉമ്മാക്കൊരു ഹെൽപ്പിന് ഒരാളാവുമല്ലോ. അപ്പോൾ ഞാനിത് പൊറോട്ട ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിലേക്ക് ഞാൻ എന്താ പറയുക ഒരു അര പാക്കറ്റ് ഞാൻ ഇതെടുത്തു, ആട്ടപ്പൊടി എടുത്തു. അതിലേക്ക് പിന്നെ ഇട്ടിട്ടുള്ളത് കുറച്ചൊരു 5 സ്പൂൺ എടുത്തോളം ഞാൻ പാൽപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പാൽപ്പൊടിയും ഉപ്പും പിന്നെ പച്ച വെള്ളത്തിലാണ് കേട്ടോ മാവ് കുഴച്ചെടുക്കുന്നത്. ചുടുവെള്ളം വേണമെന്നൊന്നുമില്ല. എന്നിട്ട് പിന്നെ ഞാനതൊക്കെ സെറ്റാക്കി നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായി കുഴച്ചെടുത്തെങ്കിൽ മാത്രമേ പിന്നെ പൊറോട്ട നല്ല ഉഷാറായിട്ട് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ മറ്റ് പൊറോട്ടനെ പോലെ ഒരുപാട് അടിച്ച് ഇതാക്കി അങ്ങനെ സെറ്റാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് ഇനി അതിന് മുൻപ് ഈ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് തരാമല്ലോ വെച്ചിട്ടാണ് സിമ്പിളായിട്ട് ഒന്നും കൂടെ പറയുന്നതും കാണിച്ചു തരുന്നത് കേട്ടോ. നല്ല സെറ്റാക്കി ഇതുപോലെ ബൗളാക്കി പിന്നെ കുറേ സമയം റെസ്റ്റ് ചെയ്ത് വെക്കുകയൊക്കെ വേണം കേട്ടോ. കുറേ സമയം വേണമെന്നൊന്നുമില്ല. അപ്പം നമ്മുടെ മറ്റേ പൊറോട്ട മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന പൊറോട്ട പോലെ ഒരുപാട് റെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ഒരു കൂടിപ്പോയൊരു 15 മിനിറ്റ് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്താൽ മതി. ഒരുപാട് സമയമെടുത്ത് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനിതാ അത് 15 മിനിറ്റ് കഴിഞ്ഞു. ചെറിയ കുറച്ച് പണികളൊക്കെ തീർത്ത് വെച്ച് വന്നതിന് ശേഷം ഞാനിത് മാവ് പരത്താനൊക്കെ നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് ആട്ടപ്പൊടി തന്നെ ഞാൻ തറയിൽ കുറച്ചൊന്ന് ജസ്റ്റ് ഇട്ടിട്ട് അതിൽ വെച്ചിട്ട് തന്നെ ആട്ടോ പിന്നെ പരത്തിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഞാനിതാ പരത്തി പിന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. എല്ലാം റോളാക്കി വെച്ചു. ഇങ്ങനെ വെച്ചതിന് ശേഷം മാത്രം ഒരാൾ ഹെൽപ്പിനുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഒരാൾ അതായത് പരത്തി തന്നെ നിങ്ങൾ ചുടാൻ നിൽക്കുക. ഞാൻ ഒറ്റയ്ക്കായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നോരോന്നായിട്ട് പരത്തി പിന്നെ ഇടും. അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ അനിയത്തി വന്നതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. ഒരുപാട് സമയം നമുക്ക് എന്തെങ്കിലും ഒരു വീട്ടിൽ പ്രത്യേകിച്ച് വേറൊരാളും കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് ഫുഡും കൂടെ ഉണ്ടാക്കും. പക്ഷേ നമുക്ക് സമയമില്ലാത്ത പോലെ ആയിരിക്കും. ഞാനും ഉമ്മയും കൂടെ ഒരു 12 മണിക്ക് നിന്നിട്ടുണ്ടാവും അടുക്കളയിൽ. ഞങ്ങളുടെ പണിയൊക്കെ കഴിയുമ്പോൾ 4 മണി ഏകദേശം. ഞാൻ പോകുമ്പോൾ ആ സമയത്താണ് കഴിയുന്നത് കേട്ടോ. അപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഞാൻ പോയതായിരുന്നു. പിന്നെ നമ്മൾ ബീഫ് അങ്ങനെ വെച്ചതായിരുന്നല്ലോ. അപ്പോൾ അത് തൂമിച്ചിട്ട് ബീഫ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വലിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചിട്ട് അതിലേക്ക് പിന്നെ ഈ ബീഫ് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ചെയ്താലേ ലാസ്റ്റ് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നതല്ലേ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ ലാസ്റ്റ് ഇങ്ങനെയും കൂടെ ചേർത്ത് കൊടുത്താലേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ അപ്പം നമ്മുടെ എല്ലാം ഇവിടെ സെറ്റ് ആവുന്നുണ്ട്. പൊറോട്ട അപ്പുറത്ത് അടുപ്പിൽ അതും സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം പൊറോട്ടേൻ്റെതൊക്കെ ആയിട്ടോ, കുറേയൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം ഒരു 20 പൊറോട്ടേൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അത്രയൊന്നും പിന്നെ അനിയത്തി എല്ലാവരും ഉള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവർക്കും കൂടെ പിന്നെ ഉസ്താദിന് കൊടുക്കും വേണം. എല്ലാം കൂടെ 20 പൊറോട്ട ആയിട്ട് ഉണ്ടാക്കി. ബാക്കി നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് കറി ഇത് സെറ്റായി. പിന്നെ നമ്മൾ സമൂസക്കുള്ളത് റെഡിയാക്കും കൊണ്ടിരിക്കുക കേട്ടോ. സമൂസ ഉണ്ടാക്കുന്നത് അനിയത്തിയാണ്. അപ്പോൾ ഓള് അതൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. അതോ മസാലയൊക്കെ ഉണ്ടാക്കി നമ്മൾ ഷീറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. ഷീറ്റ് വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നമ്മൾ രാത്രിക്ക്
നമ്മൾ കാരമീൻ ഉണ്ടായിരുന്നു, അത് കായൊക്കെ തേച്ച് ഉമ്മ സെറ്റാക്കി മാറ്റി വെച്ചതാണ്. പിന്നെ അതാ അയിലക്കറി ഉണ്ടാക്കുന്നുണ്ട്. ഇതും ചോർക്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഉസ്താദിന് ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിക്കുള്ള കറിയും കൂടെ പെട്ടെന്ന് നേരത്തെ തന്നെ അതും ഉണ്ടാക്കുകയാണ് കേട്ടോ. അയിലക്കറി വെച്ചിട്ടുണ്ട്, കാരമീൻ പൊരിക്കും ചെയ്യുക, ചോറും. നമുക്ക് വേണമെങ്കിൽ പത്തിരിക്കും വേണമെങ്കിൽ എടുക്കുക, പൊറോട്ടയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണല്ലോ. പിന്നെ നമ്മളിതാ നമ്മളെ ഗ്യാസിൽ തന്നെ പിന്നെ വെള്ളം, ഇത് പത്തിരിക്കുള്ള വെള്ളമാണ് കേട്ടോ. പത്തിരിക്ക് പൊടി വാട്ടാനുള്ള അതാ ഒരു അത്യാവശ്യം 2 നാഴിൻ്റെ അടുത്തോളം പൊടി എടുത്തിട്ടുണ്ട്. അത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മലപ്പുറത്തിൻ്റെ സ്വന്തം പത്തിരി കേട്ടോ. മറ്റുള്ള ജില്ലയിലുള്ളവർക്ക് ചില ആളുകൾക്കൊന്നും നമ്മുടെ മലപ്പുറത്തെ പത്തിരി ഒന്നും അറിയില്ല, നൈസ് പത്തിരി എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെയാട്ടോ ഞാൻ പറയുന്നതും. അപ്പോൾ നമ്മൾ ഈ പൊടിയൊക്കെ ഇട്ട് കൊടുത്തു, നന്നായിട്ടിത് മിക്സ് ചെയ്തു. ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് എന്താ പറയുക കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലാണ്ടെങ്കിൽ അടി പിടിക്കും. പിന്നെ ആ പൊടിയൊക്കെ നന്നായി ചാമ്പി കുഴച്ച് എടുത്ത് ഇങ്ങനെ റോളാക്കി വെച്ചതാട്ടോ. ഉമ്മയാണ് ചെയ്യണത്. ഞാനെനിക്ക് പോകാനുള്ള സമയമൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഒന്ന് എന്താ പറയുക ഫ്രഷായൊക്കെ വന്നപ്പോഴേക്കും ഉമ്മ അത് സെറ്റാക്കിയിട്ടോ. പിന്നെ പൈനാപ്പിൾ പൊരിച്ചതാണ് കേട്ടോ അത്. ഇതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല, വിശദമായി പൈനാപ്പിൾ പൊരിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മുസമ്പി ജ്യൂസാണ് കേട്ടോ അടിക്കുന്നത്. മുസമ്പി തണുത്ത വെള്ളത്തിൽ അടിച്ചെടുക്കുകയാണ്. ഇതൊക്കെ പിന്നെ അനിയത്തിയാണ് കേട്ടോ ചെയ്യണത്. ഞാൻ ഇപ്പോഴേക്ക് പോയില്ലേ, അപ്പോൾ അവളാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും ഏകദേശമായി. പിന്നെ നമുക്ക് ബാക്കി ഫ്രൂട്ട്സും കാര്യങ്ങളും അതൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. മഞ്ഞ ബത്തക്ക ഉണ്ടായിരുന്നു, മുന്തിരി ഉണ്ടായിരുന്നു, മാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ സമൂസയും പറഞ്ഞു. സമൂസ പൊരിക്കടികളിൽ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, സമൂസ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മളെല്ലാ ഫുഡും കൂടെ ഉണ്ടാകുമ്പം ഈ പൊരിക്കടി ഒരുപാടായി പോകുമ്പോൾ നമുക്കത് ഒരുപാട് തിന്ന് കഴിയൂല എന്തായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മതി എന്ന് വിചാരിച്ചിട്ട് അതേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ. നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ഇടുക. പിന്നെ ഞാൻ രാത്രി ഒന്ന് ഉറങ്ങി എണീറ്റതിൻ്റെ ശേഷമാണ് കേട്ടോ ഈ ഫുഡ് കഴിക്കുന്നത്. പൊറോട്ടയും പത്തിരിയൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് എന്താ അറിയില്ല, ചോറ് തിന്നാലേ എൻ്റെ വിശപ്പ് അടങ്ങുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ചോറും അയിലക്കറിയും എല്ലാം കൂടെ കൂട്ടി നന്നായി ഒരു അടി അടിക്കുകയാണ് കേട്ടോ. നോമ്പാണെങ്കിലേക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ചോറ് വേണം, എനിക്ക് നല്ല ഇഷ്ടം. അങ്ങനെ ഇഷ്ടമുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടിട്ട് ചോറ് തിന്നണം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്ക് ടാറ്റ ബൈ.